ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒളിമ്പിക് ഗുസ്തി താരവുമായ വിനേഷ് ഫോഗട്ട് മുന്നിൽ. വോട്ടെണ്ണലിന്റെ ആദ്യ 1.5 മണിക്കൂറിൽ മികച്ച ലീഡ് നിലനിർത്താൻ വിനേഷ് ഫോഗട്ടിന് സാധിച്ചു. ജുലാനയിൽ നിന്നാണ് വിനേഷ് ഫോഗട്ട് തന്റെ കന്നി പോരാട്ടത്തിനിറങ്ങിയത്. മുൻ ആർമി ക്യാപ്റ്റനും ബി.ജെ.പി സ്ഥാനാർത്ഥിയുമായ യോഗേഷ് ബൈരാഗിക്കെതിരെയാണ് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത്. നിലവിലെ ജുലാന എം.എൽ.എയും ജനനായക് ജനതാ പാർട്ടി നേതാവുമായ അമർജിത് ധണ്ട, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും ഗുസ്തി താരവുമായ കവിത ദലാൽ എന്നിവരാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്ന മറ്റു താരങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഗുസ്തിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയ ഗോദയിലേക്ക് ഇറങ്ങിയത്. ഒളിമ്പിക്സിന് വർഷങ്ങൾക്ക് മുൻപ് ഗുസ്തി ഫെഡറേഷൻ മേധാവിയും ബി.ജെ.പിയുടെ മുൻ എം.പിയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ പ്രതിഷേധത്തെ മുന്നിൽ നിന്ന് നയിച്ചത് വിനേഷ് ഫോഗട്ട് ആയിരുന്നു. 1.85 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ജുലാനയിൽ ഉണ്ടായിരുന്നത്. അവരിൽ 40% ജാട്ട് സമുദായത്തിൽ നിന്നുള്ളവരാണ്. ജാട്ട് സമുദായത്തിന്റെ കടുത്ത എതിർപ്പ് ബി.ജെ.പി സംസ്ഥാനത്തുടനീളം നേരിടുന്നുണ്ട്. 19 വർഷമായി അന്യം നിൽക്കുന്ന ജുലാന വിനേഷ് ഫോഗട്ടിലൂടെ തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഹരിയാനയിൽ കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പരമാവധി 62 സീറ്റായിരുന്നു കോൺഗ്രസിന് സംസ്ഥാനത്ത് പ്രവചിച്ചിരുന്നത്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് കേവല ഭൂരിപക്ഷത്തിനും മുകളിലാണ് കോൺഗ്രസിന്റെ ലീഡ് നില. 90 അംഗസഭയിൽ 46 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 61,942 വോട്ടുകൾക്ക് ജെ.ജെ.പിയുടെ അമർജിത് ധണ്ടയാണ് ജുലാന സീറ്റ് നേടിയത്. 2009 മുതൽ 2019 വരെ ഇന്ത്യൻ നാഷണൽ ലോക് ദളിന്റെ ഭരണത്തിലായിരുന്നു ജുലാന. 2005 കോൺഗ്രസിന് ഈ സീറ്റിൽ നിന്ന് അവസാനമായി വിജയിക്കാനായത്. 2014 ശേഷം സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 2014 മോദി തരംഗത്തിൽ കൈവിട്ട ഹരിയാനയിൽ കോൺഗ്രസിന് 2019 തിരിച്ചു വരാനായില്ല. 31 സീറ്റ് നേടിയെങ്കിലും ബി.ജെ.പി ജെ.ജെ.പിയെ കൂട്ടുപിടിച്ച് അധികാരത്തിലേറുകയായിരുന്നു. അതേസമയം തന്നെ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആദ്യ 2 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി ലീഡ് നേടിയത് ബി.ജെ.പിയാണ്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ ഹരിയാനയിൽ കോൺഗ്രസ് ആയിരുന്നു മുന്നിൽ. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ലീഡ് നില 70 സീറ്റുകൾക്ക് മുകളിലേക്ക് വരെ ഉയർന്നു. എന്നാൽ നിലവിൽ ഹരിയാനയിൽ ബി.ജെ.പി അതിശക്തമായ നിലയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ആകെ 90 സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ 44 സീറ്റുകളിലാണ് ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ലീഡ് നില 39ലേക്ക് ഇടിഞ്ഞെന്നാണ് ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരപ്രകാരവും ഹരിയാനയിൽ ബി.ജെ.പിക്ക് മികച്ച മുൻതൂക്കമാണുള്ളത്. 38 സീറ്റിൽ ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നുവെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പറയുന്നത്. 31 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ INLDയും മുന്നിട്ട് നിൽക്കുന്നതായും കമ്മീഷൻ പറയുന്നുണ്ട്. റൈന മണ്ഡലത്തിലാണ് INLDക്ക് ലീഡ് നേടാൻ സാധിച്ചത്. 1 സീറ്റിൽ സ്വതന്ത്രനും മുന്നിട്ട് നിൽക്കുകയാണ്. 10 വർഷത്തിനു ശേഷം ഹരിയാനയിൽ അധികാരത്തിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ്. ആദ്യഘട്ട ഫലസൂചനകളിൽ മുൻതൂക്കം ലഭിച്ചതോടെ ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിലും മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വീടിന് മുന്നിലും വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. എന്നാൽ ഫലം മാറി മറിഞ്ഞതോടെ പ്രവർത്തകരെല്ലാം ഇവിടെ നിന്നും സ്ഥലം വിട്ടു. പല മണ്ഡലങ്ങളിലും വിമതരും ചെറിയ കക്ഷികളും കോൺഗ്രസിന് തിരിച്ചടിയായി മാറുന്നുവെന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മികച്ച പ്രകടനം പ്രതീക്ഷിച്ച പല മേഖലകളിലും കോൺഗ്രസ് പിന്നോട്ടു പോകുകയാണ് ചെയ്തത്. അതേസമയം മറുവശത്ത് ബി.ജെ.പി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അടക്കം ആസ്ഥാനത്താക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് നിലവിൽ നടത്തുന്നത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന പല സർവേകളും അഭിപ്രായപ്പെട്ടിരുന്നത് ബി.ജെ.പിയെ പിന്നിലാക്കി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നായിരുന്നു.